നേരം വെളുത്തു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. റഷ്യൻ മാസത്തിന്റെ കുളിർമയുള്ള കാറ്റ് തുറന്നു കിടന്ന ജനലിലൂടെ അരിച്ചിറങ്ങുന്നു. മൂടിപ്പൊതിച്ചിറങ്ങാൻ തോന്നുന്ന കാലാവസ്ഥ തന്നെ എങ്കിലും രാഖി മുടി വാരിക്കെട്ടി എഴുന്നേറ്റു. ബാത്റൂമിലേക്ക് നടന്നു. കുളിച്ചിറങ്ങിയപ്പോഴും ഗിരീഷ് ഉറക്കം തന്നെ. പുറത്തിറങ്ങി പൂജാമുറിയിലേക്ക് പതിയെ നടന്നു. രാവിലെ കുളിച്ച് വിളക്ക് കൊളുത്തി കഴിയുമ്പോൾ മനസ്സിനാകെ ഒരു തിളമയാണ്. അടുക്കളയിലെത്തുമ്പോൾ രുക്മിണിയുമായി ചായ ഉണ്ടാക്കി വെച്ചിരുന്നു. ഒരു ഗ്ലാസ് ചായ എടുത്ത് ഹോളിലേക്ക് നടക്കുമ്പോൾ കണ്ടു സിറ്റ് ഔട്ടിൻ്റെ അങ്ങേ തലക്കിൽ പത്രം വായിക്കുന്ന അച്ഛനെയും അമ്മയെയും. ചായയുമായി മുറിയിലേക്ക് പതിയെ നടന്നു. ഫോണും എടുത്ത് ബാൽക്കണിയിലെ കസേരയിൽ ഇരുന്ന് രാഖി റോഡിലേക്ക് നോക്കി. പ്രഭാത സവാരിക്കായി സ്ഥിരം നടക്കുന്ന കുറേ ആളുകൾ, സ്ഥിരം കാഴ്ച. ഫോൺ എടുത്ത് നോക്കിയ രാഖി കണ്ടു വാട്സപ്പിൽ മനുവിൻ്റെ മെസ്സേജുകൾ. ഉണർന്നോ? എന്തെടുക്കുക? ഇന്ന് കാണാൻ പറ്റുമോ? കള്ളൻ കട്ട തിന്നാൻ എന്തൊരു കൊതിയാ. ചിന്തിച്ചത് അങ്ങനെയാണെങ്കിലും രാഖി റിപ്ലൈ അയച്ചു. ഇല്ല, ഗിരീഷ് ലീവാണ്. കാത്തിരുന്ന പോലെ മനുവിൻ്റെ മറുപടി ഉടൻ വന്നു. ഇനി എന്നാടാ? എനിക്ക് നിന്നെ കണ്ട് കൊതി അങ്ങോട്ട് തീർന്നിട്ടില്ല കേട്ടോ. കുറേ ഉമ്മകൾ കൊടുക്കുന്ന സ്മൈലി ആയിരുന്നു രാഖി അയച്ചത്. ഒടുവിൽ ഗിരീഷിൻ്റെ അനക്കം കേട്ടതും രാഖി ഫോൺ ടീപ്പോയിൽ വെച്ച് ചായ കുടിക്കാൻ തുടങ്ങി. ബാൽക്കണിയിലേക്ക് വന്ന ഗിരീഷ് രാഖിയുടെ ചുമലിൽ നിന്ന് തട്ടി പറഞ്ഞു, എനിക്കൊരു ഗ്ലാസ് ചായ എടുക്കടോ. രാഖി ഗ്ലാസും എടുത്ത് നടന്നു. ചായയുമായി വന്നപ്പോൾ ഗിരീഷ് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. ചായ വാങ്ങി ഒന്ന് മോത്തി കുടിച്ച് വീണ്ടും ഫോണിൽ സംസാരിക്കാൻ തുടങ്ങി. രാഖി തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും ഗിരീഷ് നിൽക്ക് എന്ന ആംഗ്യം കാട്ടി. ഫോൺ കട്ട് ചെയ്ത് വന്ന് രാഖിയോടായി പറഞ്ഞു, റെഡിയാവ്, നമുക്കൊരിടം വരെ പോകണം. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. എങ്ങോട്ടെന്നോ എന്തിനെന്നോ രാഖി ചോദിച്ചില്ല. അങ്ങനെ ഒരു ശീലവുമില്ല. അത് ഗിരീഷിന് ഇഷ്ടപ്പെടില്ല. അലമാരിയിൽ നിന്നും ഒരു പിങ്ക് ചുരിദാർ എടുത്ത് തിരിഞ്ഞപ്പോൾ പിറകിൽ ഗിരീഷ്. ഇനി ഇത് മതി കേട്ടോ. ഒരു സാരി രാഖിക്ക് നേരെ നീട്ടിയിട്ട് അവൻ പറഞ്ഞു, പുതിയതാണോ? ബ്ലൗസ്? ചോദ്യഭാവത്തിൽ അവൾ നോക്കി. നിൻ്റെ ഗോൾഡൻ കളർ ബ്ലൗസില്ലേ, ഇതിന് ചേരും, അത് മതി. ഡാർക്ക് ഗ്രീൻ നിറത്തിൽ ഗോൾഡൻ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത നല്ല ഭംഗിയുള്ളൊരു സാരി. കൊള്ളാം. ഡ്രസ് സെലക്ഷൻ ഗിരീഷിന് നന്നായിട്ട് അറിയാം. ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധിക്കുന്ന ആളുമാണ്. രാഖി ബ്ലൗസും എടുത്ത് സാരിയുമായി ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. റെഡിയായി അവൾ വന്നപ്പോഴേക്കും ഗിരീഷും റെഡിയായിരുന്നു. കൊള്ളാം, നന്നായിട്ടുണ്ട്, രാഖിയെ നോക്കിയവൻ പറഞ്ഞു. ഇത്രയും കയറ്റി ഉടുക്കുന്നത് എന്തിനാ? സാരി ഭംഗിയായി ഉടുക്കുന്നത് പുക്കിളിന് താഴെ വെച്ച. ഇതിപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടോ? പറഞ്ഞതും നിലത്തിരുന്ന സാരിയുടെ പിറകുഭാഗം പിടിച്ച് നേരെയാക്കി. തിരിഞ്ഞേ, പ്ലേറ്റെല്ലാം നന്നായി ഒന്നും കൂടി പിടിച്ച് നേരെയാക്കട്ടെ. പിടിച്ചെല്ലാം ഒരുവിധം നേരെയാക്കി എഴുന്നേറ്റു. ഇങ്ങനെയല്ല, പറഞ്ഞുകൊണ്ട് വയറിനെ മറിച്ച് പിൻ ചെയ്തിരുന്ന സേഫ്റ്റി പിന്നൂരി. കുറച്ച് വയറൊക്കെ കണ്ടാലേ ഭംഗിയുള്ളൂ സാരി ഉടുത്താൽ, പ്രത്യേകിച്ചും നിൻ്റെ പോലെ ആടിലെ വയറൊക്കെ ഉള്ളവർക്ക്. പറഞ്ഞതും സാരി മാറ്റിയവൻ അവളുടെ വയറിൽ നിന്ന് അമർത്തി ചുംബിച്ചു. പുളഞ്ഞു പോയി രാഖി. ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെയൊരു അനുഭവം അവനിൽ നിന്നും. ഇതെന്തു പറ്റി? രാത്രിയിലെ പരാക്രമം മാത്രമേ ഇതുവരെ ഉണ്ടായിട്ടിരുന്നുള്ളല്ലോ. ഇതിപ്പോൾ തന്നെ ഉണർത്തുന്ന രീതിയിൽ അവൾക്കൊന്നും മനസ്സിലായില്ല. ഗിരീഷ് എപ്പോഴും അവളുടെ സാരി ഒതുക്കുകയായിരുന്നു. ഇപ്പോൾ ഓക്കെ. ചേർത്ത് പിടിച്ച് കണ്ണാടിക്ക് മുന്നിലേക്ക് നീന്ന് അവൻ പറഞ്ഞു. വെയിറ്റ്. ഷെൽഫ് തുറന്ന് പാലക്കയുടെ ഒരു ഭംഗിയുള്ള മാലയും വളയും മോതിരവും എടുത്തു നീട്ടി. ഇതിട്ടിട്ട് വാട്ടോ. അമ്മേ, ഞങ്ങൾ ഇറങ്ങുക. പുറത്തുനിന്ന് കഴിച്ചോളാം. സ്റ്റെപ്പ് ഇറങ്ങുന്നതിനിടയിൽ അവൻ വിളിച്ചു പറഞ്ഞു. അമ്മയെ നോക്കി തലയൊന്ന് കുലുക്കി അവളും പിറകെ ഇറങ്ങി. മഹേശ്വരി അമ്മ അവരെ നോക്കി ഒരു നെടുതീർപ്പിട്ടു. കാർ ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഇറങ്ങി. എങ്ങോട്ടാണ്? അവൾ ചിന്തിച്ചു. അമ്പലത്തിലേക്കാണോ? ഹേയ് അല്ല, എങ്കിൽ അമ്മയും കൂട്ടിയേനെ. ഒരു മലമുകളിലേക്കാണ് കാറ് പോയത്. കാറ് നിർത്തി അവൻ പറഞ്ഞു, ഇറങ്ങ്. അവൾ ഇറങ്ങി. കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. പറഞ്ഞതും ഗിരീഷ് മുമ്പോട്ട് നടന്നു. രാഖി പിറകെ നടന്നു. എവിടേക്കാ? പതിയെ അവൾ ചോദിച്ചു. തന്നെ കൊല്ലാനൊന്നും അല്ലടോ, ധൈര്യം നടക്ക്. ഒരാക്രോശം പ്രതീക്ഷിച്ച രാഖി വീണ്ടും ഞെട്ടി. ഗിരീഷിൻ്റെ നീട്ടിയ കയ്യിൽ പിടിക്കുമ്പോൾ മുൻപൊരിക്കലും താൻ അനുഭവിച്ചിട്ടില്ലാത്ത സ്നേഹം ആ വിരൽത്തുമ്പിലൂടെ അവൾ അറിഞ്ഞു. ഈ മല കയറാനാണെങ്കിൽ ഞാനിതൊക്കെ വാരി ചുറ്റണമായിരുന്നോ? ആത്മകഥം പോലെയാണ് അവൾ പറഞ്ഞതെങ്കിലും ഒരു ചിരിയോടെ ഗിരീഷ് അവളെ കടന്നു പിടിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ രാഖിക്ക് 2 നിമിഷം വേണ്ടി വന്നു. താനിപ്പോൾ ഗിരീഷിൻ്റെ കയ്യിലാണ്. രാഖിയും എടുത്ത് ഗിരീഷ് നടന്നു. ആ കഴുത്തിലേക്ക് വട്ടം ചുറ്റിപ്പിടിച്ച് മുഖത്തേക്ക് നോക്കിയപ്പോൾ രാഖിക്ക് സ്നേഹം തോന്നുന്നുണ്ടായിരുന്നു അവനോട്. ഇദ്ദേഹം അഭിനയിക്കുകയാണോ? ഏയ് അല്ല, ഇവിടെ ആര് കാണാൻ? ആരെങ്കിലും കാണാനുള്ളപ്പോഴായിരുന്നല്ലോ ഇതിനു മുൻപ് അഭിനയം മുഴുവനും. കുറച്ചെത്തിയതും അവളെ താഴേക്കിറങ്ങി അവൻ നടുവ് വളച്ചു. നടുവിനെ കൈകുത്തി പറഞ്ഞു, ഹോ, നടു ഒടിഞ്ഞു. എന്തൊരു മുടിഞ്ഞ വെയിറ്റാ പെണ്ണേ നിനക്ക്. അവൾക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞോ എന്നെ പൊക്കിയെടുത്തോണ്ട് നടക്കാനേ? പറഞ്ഞു തിരിഞ്ഞതും രാഖിക്ക് വിശ്വാസം വന്നില്ല. എന്ത് ഭംഗിയുള്ള കാഴ്ചയാണ്. പാറയുടെ വിടവുകളിലൂടെ 1-2 മരങ്ങൾ നിൽക്കുന്നു. അതിനപ്പുറം മേഘങ്ങൾ കൈതൊടും പൊക്കത്തിൽ